ഇങ്ങനെ ഒരുങ്ങി വന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും മനസ്സിലാക്കൂല തലേ ദിവസം കരഞ്ഞ് മെഴുകിയിരിക്കുമായിരുന്നെന്ന്. കാരണം ഞങ്ങൾ പൊട്ടി ഗൈസ്, ഞങ്ങൾ കോളേജിൻ്റെ പരിപാടിക്ക് പൊട്ടി. അതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒരുങ്ങി കെട്ടി വന്നിരിക്കുകയാണ് സ്റ്റോളിൻ്റെ ഫ്രണ്ടിൽ. കാരണം 3 ദിവസം എങ്ങനെയെങ്കിലും കടന്നു പോകണം. എന്ത് പരിപാടിയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇന്ത്യ 1 വേൾഡ്, അതാണ് നമ്മുടെ പരിപാടിയുടെ പേര്. നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാമും ആഘോഷിക്കൂല, നവരാത്രി ഒന്നും ആഘോഷിക്കൂല. പക്ഷേ വർഷത്തിൽ 3 ദിവസം 1 ഇന്ത്യ 1 വേൾഡ് ആഘോഷിക്കും. ഭയങ്കര ആഘോഷമാണ്, ഒരു ഉത്സവം പോലെയാണ് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമുക്ക് ഓരോ സ്ഥലങ്ങൾ കൊടുക്കും. ഇന്ത്യയിൽ ഒരു സ്ഥലവും വേൾഡിൽ ഒരു സ്ഥലവും. നമ്മുടെ കോളേജിൽ പിള്ളേർ പഠിക്കണം, പിള്ളേർ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് അവർ നോക്കിയിട്ട് കൊടുക്കും. എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, അതാണ് സംഭവം. അങ്ങനെ ഇപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഗോവയും ഉഗാണ്ടയാണ്. അപ്പോൾ ഗോവയിലെ പിള്ളേരും ഉഗാണ്ടയിലെ പിള്ളേരും പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം ഞാൻ മലയാളിയാണ്, അപ്പോൾ എനിക്ക് കേരളത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിന്നത്. അങ്ങനെ ഉണ്ടാക്കിയ പരിപാടിയാണ് കേട്ടോ. ചില കൺട്രീസും ചില സ്ഥലങ്ങളും അടിപൊളിയായിട്ട് ചെയ്ത്. 1 വേൾഡിന് ഫസ്റ്റ് കിട്ടിയത് നേപ്പാളും 1 ഇന്ത്യക്ക് ഫസ്റ്റ് കിട്ടിയത് പഞ്ചാബുമാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഡാൻസും എല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത്. കർണാടകയുടെയാണ് കേട്ടോ, നമ്മളുടെ കാന്താര ആ ഒരു സ്കീമാണ് അടിപൊളിയായിട്ട് ചെയ്ത്, സൂപ്പറായിട്ട് ചെയ്ത് കേട്ടോ. നമ്മളുടെ അത് ഒഴിച്ച് കുറച്ച് പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത്. ഇത് കോളേജിൻ്റെ ഓണറിൻ്റെ വൈഫുമാണ് കേട്ടോ. അവർ പിന്നെ നമ്മൾ കരിക്കൊക്കെ കൊടുത്ത് അങ്ങ് ആശ്വസിപ്പിച്ച് ഗൈസ്. പിന്നെ ഡാൻസൊക്കെ കളിച്ച് അങ്ങ് ആശ്വസിപ്പിച്ച് അടിപൊളി പരിപാടിയാണ് കേട്ടോ. പിന്നെ അവസാനം ഇത് കണക്ക് വേട്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഡാൻസൊക്കെ കളിച്ച് മെഴുകി ഗൈസ്.